ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഇന്ന് നോമിനേഷൻ നടന്നല്ലോ, ജയിൽ നോമിനേഷൻ നടന്നതിൽ നമ്മളുടെ ശരിക്കും ശൈത്യ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ജിസൈലിനെ കുറിച്ചാണ്. ജിസൈൽ ഇന്നലെ രാത്രിയിൽ നെവിൻ രേണുവിന് ആ ഒരു സ്വീറ്റ്സ് കൊണ്ട് കൊടുത്തതിന് പറഞ്ഞ ആ ഒരു ഡയലോഗ് നമുക്കറിയാമല്ലോ. ഇത് കഴിച്ചില്ലെങ്കിൽ എന്താ രേണു അങ്ങ് ചത്തുപോകുന്നുള്ളത്. അത് വളരെ മോശമായൊരു കാര്യമായിപ്പോയി. കാരണം ഒരാൾ ഫുഡ് കഴിച്ചാൽ ചത്തുപോയില്ലയോ എന്നൊക്കെയുള്ളത് ഇവിടെ പറയേണ്ട കാര്യമല്ല. പിന്നെ ജിസേലിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതുമല്ല ഈ സംഭവം, അല്ലേ? ബിഗ് ബോസ് കൊടുത്താണ്. അവർ 7 പേര് കളിച്ച് നോക്കി, അവർക്ക് കിട്ടിയതാണല്ലേ. അവർ ആ ഒരു ടാസ്കിൽ വിജയിച്ചുകൊണ്ട് അവർക്ക് കിട്ടുകയാണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ കഴിക്കുന്ന ഒരു സാധനം ഒരാൾക്ക് കൊടുത്തേച്ച് പറയേണ്ട ഒരു ഡയലോഗല്ല അത്. അപ്പം നെവിൻ പറയുന്നുണ്ട്, ഞാൻ വേറെ ആർക്കും കൊടുത്തില്ല, രേണു ചേച്ചിക്ക് മാത്രമേ ഒരിത്തിരി കൊടുത്തിട്ടുള്ളെന്ന് പറഞ്ഞിട്ട് രേണുവിനോടും ജിസേലിന് ആ ദേഷ്യം ശരിക്കുള്ളത് കൊണ്ടാണ് ആ ഒരു ഡയലോഗ് പറഞ്ഞത്. അപ്പോൾ ജിസേലിന് പ്രിയപ്പെട്ട കുറച്ച് പേരുണ്ട്, അവർക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാവുള്ളൂ എന്നുള്ളൊരു ഗ്രൂപ്പിസമാണ് അതിനകത്ത് നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു ഗെയിമിലാണെങ്കിലും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കണമെന്നുള്ളൊരു ഒരു ഉദാഹരണമാണിത്. ജിസൈൽ ഇന്നലെ രേണു ചത്തുപോകുമെന്ന് ചോദിച്ച് ഇന്ന് നമ്മൾ ജിസൈൽ കേട്ട എന്താ? ജിസൈലിൻ്റെ ആൻറ്റി മരിച്ചെന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇതൊക്കെ എവിടെയാണെങ്കിലും പറയുന്ന വാക്കുകളും പ്രവൃത്തികളും ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ജിസൈലിനെ സംബന്ധിച്ച് ഒട്ടും ബിഗ് ബോസിൽ നിന്ന് കളിക്കാൻ ഒരു ഹ്യൂമാനിറ്റി അല്ലെ ഒരു ഗെയിമറും അല്ലാത്ത ഒരാളാണ് ജിസൈൽ. എനിക്കൊട്ടും ഇഷ്ടമല്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരിന്ന് വരെ ജെനുവിനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ ആ ഒരു കള്ളത്തരമെല്ലാം പുറത്ത് വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇന്ന് രാവിലെ തന്നെ ആൻറ്റി മരിച്ച കാര്യം വിളിച്ച് പറയുമ്പോൾ എനിക്ക് ആൻറ്റിയുടെ കാല് തൊട്ട് തൊടണം, ആൻറ്റി എനിക്ക് കാണണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നില്ല. അവർക്ക് എപ്പോഴും ഇതാണ് വലുത്, ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് വലുത്, അല്ലെ അവർക്ക് കിട്ടുന്ന പേരാണ് വലുത്. ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞത്ര ആത്മാർത്ഥത അവരുടെ കുഞ്ഞമ്മയോടുണ്ടെങ്കിൽ, ആൻറ്റിയോടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ എക്സിറ്റ് ആവും. അവർ പറയും, ബിഗ് ബോസ് എനിക്കിതല്ല വലുത്, എനിക്കെൻ്റെ ആൻറ്റിയെ കാണണം എന്നവർ തീർത്ത് പറയും. അത് പോട്ടെ, അത് പറഞ്ഞില്ല, ഓക്കെ, അവരവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് അവരിന്ന് ആ ഒരു തട്ടുകട ഇപ്പം ബിഗ് ബോസ് അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അവിടുന്ന് ഫുഡ് ഐറ്റംസ് വാങ്ങിച്ച് കഴിക്കുന്നതിലും അവരുടെ രാവിലെ ഒരു സിമ്പതിക്ക് വേണ്ടി കരഞ്ഞ ഒരു കരച്ചിലല്ലാണ്ട് അവരുടെ ബാക്കിയുള്ള പ്രവൃത്തികളിലൊന്നും തന്നെ ആ ഒരു സങ്കടമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മ പോലും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത്രയും ഫേക്കായ ആൾക്കാരെ എടുത്ത് നമ്മൾ പ്രേക്ഷകർ കളയുക തന്നെ ചെയ്യണം. അതുകൊണ്ട് എപ്പോഴെങ്കിലും ജിസൈലിന് ആർക്കെങ്കിലും എതിരായിട്ടൊരു വോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ജിസൈലിനായിരിക്കണം. ഇത്രയും മോശമായൊരു കണ്ടസ്റ്റൻ്റ് നിന്ന് പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം.